നമസ്കാരം. ഐ എം സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയാണ്. കാരണം ഇന്ന് പണത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ്. പണം എന്നത് മനുഷ്യന് ജീവിക്കാൻ വേണ്ട അത്യാവശ്യ ഘടകം തന്നെയാണല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് വേണം. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പം അത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നവും. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ്. ഇപ്പം ആദ്യം തന്നെ നാം വേണ്ടത് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുക. അതായത് പണം നമുക്ക് അർഹതപ്പെട്ടതാണ്. പണം നമുക്ക് അർഹതപ്പെട്ടതാണ്, ഞാൻ അതിന് അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്നൊരു മനോഭാവം കൊണ്ടുവരിക. പണത്തിനെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. തിരിച്ച് പണം നമ്മളെയും സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ ആ ഒരു ഇമാജിനിൽ കൊണ്ടുവരിക, ആ ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ സങ്കല്പിക്കുക നല്ലൊരു ഫീലോടുകൂടി. ശേഷം പണം എന്നതിന് ഒരു വൈബ്രേഷണൽ എനർജി ഉണ്ട്. ഈ ചരാചരത്തിൽ സർവ്വ വസ്തുക്കൾക്കും ഒരു വൈബ്രേഷണൽ എനർജി ഉണ്ട്. അതൊരു വൈബ്രേഷനിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണത്തിനും ഒരു വൈബ്രേഷൻ എനർജി ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പണത്തിൻ്റെ വൈബ്രേഷൻ ഈ ഒരു ഹൈ ലെവലിലാണെങ്കിൽ നമ്മൾ ഇതിന് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും നമ്മളിലേക്ക് പണം വരില്ല. സോ പണത്തിൻ്റെ എനർജിയിലേക്ക് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എത്തണം, രണ്ടും സമമാവണം. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ നമ്മളിലേക്ക് വളരെ ഈസി ആയിട്ട് പണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് എങ്ങനെ ഉയരാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ വേണ്ട കാര്യം നമ്മൾ എപ്പോഴും വളരെ നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് ലഭിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഇതുവരെ ഈ നിമിഷം വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ലൈഫിൽ ലഭിക്കുന്ന ഏതൊന്നോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് നന്ദി പറയുക. രണ്ടാമത്തെ കാര്യം, നമ്മളെ മനസ്സിൽ നിന്നും നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി കളയുക. അതിന് ഞാൻ ഈ പറഞ്ഞ മാർഗം വളരെ നല്ലതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ശീലമാക്കുക. അത് നമ്മളെ ഹാപ്പിനെസ് നിലനിർത്താൻ ഏറ്റവും വലിയ നല്ലൊരു ഘടകം തന്നെയാണ്. ഈ ഹാപ്പി ആയിരിക്കാൻ ഏറ്റവും നല്ലൊരു ഘടകം തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നത്. പിന്നെ എന്തിനേയും പോസിറ്റീവായിട്ട് കാണുക. നെഗറ്റീവായിട്ടുള്ള മനോഭാവം മാറ്റി പോസിറ്റീവായിട്ട് കാണുക. നമ്മൾ നല്ല കോൺഫിഡൻ്റായി നല്ലൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ കാര്യം, പണം നമ്മളിലേക്ക് വരാനുള്ള 2-3 അഫർമേഷൻസ് ഞാൻ പറയാം. ഇത് ഡെയിലി നിങ്ങൾ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒന്നെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതുക, അല്ലെങ്കിൽ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത ഫീലോടുകൂടി പറഞ്ഞുകൊണ്ടേയിരിക്കുക. 1, പണം എന്നിലേക്ക് വളരെ ഈസിയായി വന്നുകൊണ്ടിരിക്കുന്നു. പണം എന്നിലേക്ക് വളരെ ഈസിയായി വന്നുകൊണ്ടിരിക്കുന്നു. പണത്തെ ഞാൻ സ്നേഹിക്കുന്നു. പണത്തെ ഞാൻ സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. പണത്തെ ഞാൻ സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. പിന്നെ ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാകുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാകുന്നു. എന്നിലേക്ക് ധാരാളം സമ്പദ് സമൃദ്ധി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മണി അഫർമേഷൻസ് ഡെയിലി വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ഹാപ്പിയോടുകൂടി വളരെ ഫീലിങ്സോടു കൂടി നിങ്ങൾ ഡെയിലി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എപ്പോഴൊക്കെ നെഗറ്റീവ് വരുന്നു അപ്പോഴൊക്കെ ആ നെഗറ്റീവ് ചിന്തയെ കളഞ്ഞ് പകരം അവിടെ പോസിറ്റീവ് തോട്ടുകൾ നിറയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നാൽ തീർച്ചയായും ഒരു 21 ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ധനം ലഭിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ധനം ലഭിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും നിങ്ങളിത് ചെയ്തു നോക്കി നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.